പ്രാർത്ഥന യാചനയും കേട്ട് കർത്താവ് മറുപടി അയച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിലായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതരായ കർത്തദാസന്മാർക്കായി സ്തോത്രം. വിശേഷിച്ച് സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം കോശി അവർക്കായി സ്തോത്രം. ഈ രാത്രിയിലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് കെ ബാബു അവർക്കായി സ്തോത്രം ചെയ്യുന്നു. പാറശാല സഭയുടെ ശുശ്രൂഷകനായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസനായ സ്തോത്രം. മറ്റ് ബഹുമാന്യരായ എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഈ പ്രാരംഭ രാത്രി തുടർന്നുള്ള അല്പസമയങ്ങൾ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആര് വന്നാലും ആര് വന്നില്ലെങ്കിലും ഈ രാത്രി നമ്മുടെ മധ്യ ഒരുവനുള്ളതിനായി സ്തോത്രം. കാരണം 2 3 പേർ അവൻ്റെ നാമത്തിൽ ഇവിടെ കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഉയരത്തിലെ അപ്പൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ്. ഈ രാത്രി ആ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അധരങ്ങൾ ചലിപ്പിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ഹൃദ്യമായ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ, അങ്ങയുടെ ഇമ്പശബ്ദത്തിനായി എൻ്റെ കാതുകളെ കൂർപ്പിക്കുന്നു എന്നുള്ള ആവലോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ നിശ്ചയമായും നമ്മോട് കർത്താവ് ഇടപെടും. കർത്താവിൻ്റെ ദാസനെ അതിനായി നമ്മുടെ മധ്യ ഉപയോഗിക്കും. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മനോജ് കെ ബാബു അവர்கள் നമ്മുടെ മധ്യ ദൈവജന ശുശ്രൂഷിക്കും. അതിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രികാലം ഇവിടെയുള്ള ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവമിടയാക്കിയത് ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ടി എം കോശി കുടുംബം, അതുപോലെ അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോബിൻ ജോസഫ് കുടുംബം, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, ആമേൻ സ്തോത്രം. എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മധ്യയായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചില നാളുകൾക്ക് ശേഷം ഹല്ലേലൂയ നിങ്ങളുടെ മധ്യയായിരിക്കാൻ ദൈവമിടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ ഉപവാസങ്ങളൊന്നും വ്യർത്ഥമല്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. കരയുന്ന ജനത്തിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ദൈവം ആമേൻ തൻ്റെ ഹല്ലേലൂയ വിടുതലുകൾ അയപ്പാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഉപവാസ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അനുഗ്രഹവും വിടുതലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നന്മയുമായിരിക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലമായിരിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വേദഭാവം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 34-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രികാലം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവമിടയാക്കിയല്ലോ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന ഞങ്ങളുടെ ജനത്തോട് ദൈവം മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവനായ ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എൻ്റെ ജനത്തോട് മനസ്സലിയുകയും എൻ്റെ കുഞ്ഞുങ്ങൾ ഉപവസിക്കുന്ന ആ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം മറുപടികൾ നൽകുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം ദൈവമേ, അടിയനെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ വേണ്ടതായ സൗഖ്യവും ബലവും ദൈവം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വായിക്കപ്പെട്ട ദൈവത്തിനായ സ്തോത്രം. ഇതിലൂടെ ദൈവം ഞങ്ങൾ സംസാരിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം വായിച്ച വേദഭാഗം നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ദൂതൻ എന്നെ ഹല്ലേലൂയ സ്തോത്രം സൂക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം ഞാനിവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനേകമാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അപകടങ്ങൾ
നമ്മുടെ ദേശത്ത്, നമ്മുടെ പട്ടണത്തിലുണ്ടായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ നമ്മളെ പരിപാലിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനിടയായി തീരട്ടെ. ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ, ഹല്ലേലൂയ, പാളയമിറങ്ങി നമ്മളെ വിടുവിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന വേളകളിൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ എനിക്കിനി രക്ഷയില്ല, എനിക്കിനി വിടുതലില്ല, എനിക്കിനി സൗഖ്യമുണ്ടാകുകയില്ല, ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തിന് ഇനി ഉദ്ധാരണം ഉണ്ടാകുകയില്ല എന്ന് ചിന്തിച്ച്, ആമേൻ, ഹല്ലേലൂയ, വേദനപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ, നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ആമേൻ, ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. നമ്മുടെ വിഷയങ്ങൾ മേൽ പരിഹാരം കാണുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മേൽ, ഹല്ലേലൂയ, ആമേൻ, മറുപടി നൽകുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ, ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ദൈവത്തെ സ്തുതിച്ചാട്ട്, ആമേൻ, ഇന്ന് രാത്രി കാലം ദൈവ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, നിന്റെ വിഷയങ്ങളുടെ മധ്യേ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ദൂതൻ തന്റെ അരുളപ്പാടുമായി കടന്നു വരികയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂതൻ നിന്റെ വിഷയങ്ങൾക്ക് മറുപടിയുമായി കടന്നു വരുന്ന രാത്രികാലമാണ്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ദൈവം തന്റെ ദൂതനെ അവൻ അയക്കുന്നവനാണ്. Praise the Lord. Hallelujah. Amen. Hallelujah. ഇന്ന് രാത്രികാലം ദൈവജനം ഭാരത്തോടെ കടന്നു വന്നവരുണ്ട്, വേദനയോടെ കടന്നു വന്നവരുണ്ട്, സങ്കടത്തോടെ കടന്നു വന്നവരുണ്ട്. ഈ വിഷയത്തിന് മേൽ എങ്ങനെയാണ് ഒരു വിടുതൽ ലഭിക്കുന്നത്? ഈ വിഷയത്തിന് മേൽ എങ്ങനെയാണ് ഒരു മറുപടി ലഭിക്കുന്നത്? എൻ്റെ തലമുറയുടെ വിഷയത്തിന് മേൽ എങ്ങനെയാണ് ഒരു വിടുതൽ ലഭിക്കുന്നതെന്ന് വ്യാകുലപ്പെട്ട ചിന്താഭാരമായി കടന്നു വന്നിരിക്കുന്ന ജനത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ആമേൻ, ദൈവം തൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി അവൻ അയക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ വിടുവിക്കുന്നവനാണ്. ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനാണ്. ദൈവം തൻ്റെ ദൂതനെ അയച്ച്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്ര, ആമേൻ, നമ്മളെ ബലപ്പെടുത്തുന്നവനാണ്. ദൈവം തൻ്റെ ദൂതനെ അയച്ച്, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, സംരക്ഷിക്കുന്നവനാണ്. ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ മരണഭയങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, ദൈവം തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ ഭക്തന്മാരെ അവൻ രക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി അവൻ പ്രവർത്തിച്ച അനേക സന്ദർഭങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ദൂതന്മാരെ അയച്ച് തൻ്റെ ജനത്തിനു വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായി വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. 1-2 വേദഭാഗങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ആമേൻ പ്രാർത്ഥിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു. ഹെരോദാവിന്റെ കയ്യിൽ നിന്നും
യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലം എല്ലാം നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഹെരോദാവ് ആമേൻ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് ജനത്തിന് ഇഷ്ടമായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് മനസ്സിലാക്കിയ രാജാവ് ആമേൻ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കി അവനെ വകവരുത്തുവാൻ, അവനെ കൊല്ലുവാൻ, ആമേൻ ഹല്ലേലൂയ, അവനെ തലവെട്ടി മാറ്റുവാനായി ചിന്തിച്ചിരിക്കുന്ന ആ രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ, നമുക്കറിയാം പത്രോസ് ആമേൻ ആ കാരാഗ്രഹത്തിനകത്ത് സുഖമായി കിടന്നുറങ്ങുകയാണ്. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. അവൻ കിടന്നുറങ്ങുകയാണ്. അവന് യാതൊരു ഭാരമില്ല, അവന് യാതൊരു പ്രയാസമില്ല, അവന് യാതൊരു സങ്കടവുമില്ല. അവൻ പ്രതികൂലത്തിലാണ്. കൈയിലും കാലിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആമേൻ അവൻ കാരാഗ്രഹത്തിനകത്ത് സുഖമായി കിടന്നുറങ്ങുമ്പോൾ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, പെട്ടെന്ന് ദൂതൻ അവിടെ പ്രത്യക്ഷനാകുവാനിടയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കതിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്, സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിച്ചു പോകുന്നു. കണ്ടോ? സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ആമേൻ ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആമേൻ. ഇനി എത്ര പ്രാർത്ഥന നടത്തിയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി നമുക്ക് ഉറക്കമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കമില്ല. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. മറ്റു ഇതര പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഭാരം കടന്നു വന്നു കഴിഞ്ഞാൽ ആമേൻ ഇനി എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും എത്ര ദൂത് കേട്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഉറക്കം വരത്തില്ല. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് ഈ പ്രതികൂലത്തിന് നടുവിലും അവൻ കിടന്നുറങ്ങുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ ജീവിതത്തിൽ അവനറിയാം ആമേൻ ഒരു പ്രവൃത്തി വെളിപ്പെടും. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാതെ ആമേൻ ഹെരോദാവേ ഹല്ലേലൂയ നിനക്ക് എന്നെ കൊല്ലുവാൻ കഴിയുകയില്ല. പത്രോസിനോട് ദൈവം ചില ആലോചനകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആമേൻ ഹല്ലേലൂയ അരുളപ്പാടുകൾ നൽകിയിട്ടുണ്ട്. ആ അരുളപ്പാടുകൾ അവൻ്റെ ജീവിതത്തിൽ നിറവേറാതെ ആമേൻ ഹല്ലേലൂയ അവനെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളണം, പ്രതികൂലങ്ങൾ എത്ര ശക്തമായിക്കൊള്ളട്ടെ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നീ മുറുകെ പിടിച്ചാൽ ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ കഴിയുകയില്ല. ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. വാഗ്ദത്തങ്ങളെ നീ മുറുകെ പിടിക്കുക. ആമേൻ ഹല്ലേലൂയ. ദൈവശബ്ദങ്ങളെ ആമേൻ നീ മുറുകെ പിടിക്കുക. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ടല്ലോ, അതിനെ നീ മുറുകെ പിടിച്ചാൽ ആമേൻ നിന്റെ കഷ്ടതയെ നിനക്ക് അതിജീവിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കാരാഗ്രഹത്തിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. അവൻ പടയാളികളുണ്ട് അവിടെ, 4 സേവകരാണ് മാറി 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 പത്രോസിനെ ഹല്ലേലൂയ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആമേൻ ഹല്ലേലൂയ ഒന്ന് അനങ്ങിയാൽ പോലും ഈ പടയാളികൾ അത് അറിയുവാനിടയായി തീരും. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, അവൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. അന്ന് ആ നിമിഷം ഹല്ലേലൂയ, അർദ്ധരാത്രിയുടെ നിമിഷം ആമേൻ ദൈവത്തിൻ്റെ ദൂതൻ ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ അർദ്ധരാത്രിയുടെ നേരം ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരും സുഖമായി കിടന്നുറങ്ങുകയാണ്. ആമേൻ ഹല്ലേലൂയ. അപ്പുറത്ത് സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ പത്രോസ് രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ അവൻ അറിയാതെ ആമേൻ പടയാളികൾ അറിയാതെ ദൈവത്തിൻ്റെ ദൂതൻ ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവനോട് എന്താ പറഞ്ഞത്? പത്രോസേ എഴുന്നേൽക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നീ എഴുന്നേൽക്ക. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു, ചെരുപ്പിട്ട് വടിയൊക്കെ എടുത്ത് ആമേൻ പുതച്ചും കൊണ്ട് ആമേൻ ദൂതൻ്റെ പുറകാലെ അവൻ പോകുകയാണ്. അവൻ വിചാരിച്ചത് അവൻ സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവൻ്റെ നമുക്ക് ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളോട് കിടപ്പുണ്ട്. പക്ഷേ അവൻ്റെ വിചാരം ഇതെല്ലാം സ്വപ്നം ഞാൻ കാണുകയാണ്, ഞാൻ സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ദൂതൻ്റെ പുറകാലെ ചെല്ലുകയാണ്. അവൻ്റെ പിന്നാലെ ചെല്ലുകയാണ്.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്ന 1-ാം കാവലും കടന്ന് 2-ാം കാവലും കടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ കണ്ട പട്ടണത്തിലെ പ്രധാന വാതിൽ അത് അവർക്ക് വേണ്ടി സ്വതവേ തുറക്കുകയാണ്. ഇന്ന് രാത്രി കാലം ഓർത്തുകൊള്ളണം, ദൂതൻ ഇറങ്ങിയാൽ തുറക്കാത്ത ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. ആമേൻ. ഹല്ലേലൂയ. ചില അടഞ്ഞു കിടക്കുന്ന ചില വലിയ വാതിലുകളുണ്ട്. ആമേൻ. ഇന്ന് രാത്രി കാലം ഓർത്തുകൊള്ളണം. ആമേൻ. നീ ദൂതന്റെ വാക്ക് കേട്ട് ദൂതന്റെ പിന്നാലെ നീ യാത്ര ചെയ്താൽ ആമേൻ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ തുറക്കാതെ ആമേൻ നിന്നെ അടച്ച് ഒതുക്കിയിരിക്കുന്ന ചില വാതിലുകളുണ്ട്. നിന്നെ പുറം ലോകം കാണിക്കുകയില്ല. ആമേൻ ഹല്ലേലൂയ. വെളിച്ചം കാണിക്കുകയില്ല. ആമേൻ നീ പുറത്തു വരുന്നത് കാണട്ടെ എന്ന് ആമേൻ ചിന്തിച്ചിരിക്കുന്ന ചില വാതിലുകളുണ്ട്. ഇന്ന് രാത്രി കാലം പറയുക, ആമേൻ നീ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില വാതിലുകൾ അവിടെ തുറക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൂതൻ്റെ ശബ്ദം കേട്ട് ദൂതൻ്റെ പിന്നാലെ ചെന്നാലുണ്ടല്ലോ, ആമേൻ പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി ചില ഇരുമ്പ് വാതിലുകൾ തുറക്കും. ആമേൻ ചില ഓടാമ്പലുകളെ അവൻ തകർക്കുന്നവനാണ്. ആമേൻ ഹല്ലേലൂയ. സ്തോത്ര. ആ വാതിലുകൾ തകർന്നു കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ വിടുതൽ നടക്കുകയാണ്. ദൈവം നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഇനി ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയാതെ വണ്ണം, ഒരു ആഭിചാരകനും നിന്നെ തൊടുവാൻ കഴിയാതെ വണ്ണം, ഒരു മന്ത്രവാദിക്ക് നിന്നെ തൊടുവാൻ കഴിയാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ നിന്നെ മുമ്പിൽ ദൈവം ചില വാതിലുകൾ തുറന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ശബന ഹടകല ഘടകദന അർത്തുരാധരാധികൾക്കരാധന. ഇന്ന് രാത്രികാലം ആമേ ദൈവ സന്നിധിയിൽ ആമേ നീ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആമേ തുറക്കാതെ ആമേ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ചില വാതിലുകളെ അവൻ പുറത്ത് തുറന്നുകൊണ്ട് നിന്നെ അവൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ശുരാദ വൈഡ വരാഘടകദന ഹംദനാരഘടകദന. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൂതൻ്റെ ശബ്ദം കേട്ട് ദൂതൻ്റെ പുറകാലെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ പത്രോസ് യാത്ര ചെയ്യുകയാണ്. അവന് വേണ്ടി ഇരുമ്പ് വാതിൽ തുറന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്ര അവൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര അപ്പോഴാണ് ഈ പത്രോസിന് മനസ്സിലായത് ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നീ ചില വിടുതലുകൾ സ്വപ്നം കാണുന്നത് പോലെയാണ് കാണുന്നത്, പക്ഷേ അവസാനം നീ മനസ്സിലാകും ഇത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ചില വിടുതലുകൾ നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. ചില നന്മകൾ നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പിശാച് നിന്നെ ആമേൻ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ നിൻ്റെ നന്മകൾ, ആമേൻ നിൻ്റെ അനുഗ്രഹങ്ങൾ, ആമേൻ ഹല്ലേലൂയ തലമുറയുടെ ആമേൻ വിജയങ്ങൾ, വിദ്യാഭ്യാസത്തെ ഒതുക്കി വെച്ചിരിക്കുന്നത് ഈ ദിവസങ്ങൾ അത് പൂട്ടു തുറന്ന് അത് വെളിയിൽ വരാൻ പോകുകയാണ്. അന്നേരം നീ മനസ്സിലാകും ആമേൻ ഇതെല്ലാം ഞാൻ യാഥാർത്ഥ്യമാക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ നോക്കിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നാം കാണുന്നത് എന്താണ്? ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദാഹം. പത്രോസ് പുറത്തേക്ക് വന്നു. ദൂതൻ അവനോട് പറയാണ് ഇനി നീ പൊയ്ക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നീ പൊയ്ക്കോ. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ അവൻ പുറത്തു കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇനി പുറലോകം കാണിക്കുകയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഒതുക്കിയിട്ടിരിക്കുന്ന ചിലതിനെ ചെല്ലതിനെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ആമേൻ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി ആമേൻ ഹല്ലേലൂയ സ്തോത്ര എന്താണെന്ന് അവൻ കാണിക്കുകയാണ്. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, ആമേൻ ആരാധിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, ഉപവസിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ ആമേൻ ഹല്ലേലൂയ ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന ചില പത്രോസുമാരെ അവൻ പുറത്തു കൊണ്ടുവരും. തുറക്കാത്ത ചില ഇരുമ്പ് വാതിലുകളെ അവൻ നിനക്ക് വേണ്ടി സ്വതവേ തുറക്കുന്നവനാണ്.
ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വിശ്വസിച്ചാട്ട്, ആമേൻ, നിന്റെ രോഗത്തെ അവൻ മാറ്റുന്നവനാണ്. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ രോഗത്തിൽ ബന്ധിക്കപ്പെട്ട് ആമേൻ ഉയരുവാൻ കഴിയാതെ വണ്ണം, വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ശാരീരികമായി നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രികാലം അവൻ എടുത്തു മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിച്ചാൽ മതി, നീ വിശ്വസിച്ചാൽ മതി. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുന്നവനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവനാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, കാരാഗ്രഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും, ആമേൻ, ഹല്ലേലൂയ, പാളയം ഇറങ്ങുന്നത് പോലെ ദൈവത്തിൻ്റെ ദൂതൻ, ആമേൻ, പത്രോസ് കടന്ന കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആമേൻ, പത്രോസിനെ അവൻ പൊക്കിയെടുത്തോണ്ട് പോവുകയാണ്. ഈ പരിന്തൊക്കെ കോഴിക്കുഞ്ഞിനെ കൊത്തിയെടുത്തോണ്ട് പോകുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ ദൂതൻ പത്രോസിനെ കൊത്തിയെടുത്തോണ്ട് പോയത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ചില വിടുതലുകൾ പെട്ടെന്ന്, ചില വിടുതൽ സഡൻലിയുള്ള വിടുതലുകൾ, ആമേൻ, ഹല്ലേലൂയ, സഡൻലിയുള്ള ചില സൗഖ്യങ്ങൾ, ആമേൻ, സഡൻലിയുള്ള ചില, ആമേൻ, ഉയർച്ചകൾ, സഡൻലിയുള്ള ചില, ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില വിടുതലുകൾ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ പ്രമോഷനുകൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സഡൻലി, ഓ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, വിടുതലുകൾ നടക്കുകയാണ്. ആമേൻ, സ്തോത്രം. ദൈവം, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഒന്നാമത് നാം വായിച്ചു, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ കടന്ന പത്രോസിനെ അവൻ പുറത്തു കൊണ്ടുവരുവാനിടയാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ ബന്ധിച്ച് ഒതുക്കിയിരിക്കുന്ന ശക്തികളുണ്ടല്ലോ, അത് എത്ര വലിയതായിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 40-45 വർഷങ്ങൾക്ക് മുമ്പ്, ആമേൻ, ഞങ്ങൾ കഴക്കൂട്ടത്ത് വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു തമിഴ്നാട്ടിൽ നിന്ന് മധുരയിലുള്ള ഒരു ജോഷുവ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ പ്രാസിംഗിൽ വന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയും പരിചയം കാണത്തില്ല. മന്ത്രവാദി പാസ്റ്ററാണ് അങ്ങനെ വിളിക്കുന്നത്. ഭയങ്കര കൊടുമന്ത്രവാദിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവമൊക്കെ ഞങ്ങളന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടി തോന്നും. ആ കാലത്ത് സ്കാനിങ് ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ഒരു ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയണമെങ്കിൽ അദ്ദേഹം മഷി നോക്കി അറിയാൻ പറ്റും. അതുപോലത്തെ കൊടുമന്ത്രവാദിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അയാൾ തകർന്നു പോയത് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇത് വെറും കെട്ടുകഥയല്ല. ആമേൻ, ഹല്ലേലൂയ. കഴക്കൂട്ടത്ത്, ആമേൻ, കൺവെൻഷൻ അദ്ദേഹം പ്രസംഗിക്കാൻ കടന്നു വന്നപ്പോൾ തൻ്റെ അനുഭവം പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ മഷി തീർന്നു കഴിഞ്ഞപ്പോൾ കടിഞ്ഞുൽ കുഞ്ഞായ ആൺകുഞ്ഞിനെ വാറ്റിയെടുത്താണ് ആ മഷി ഉണ്ടാക്കുന്നത്. കടിഞ്ഞുൽ കുഞ്ഞിനെ ആൺകുഞ്ഞ് തന്നെ ആയിരിക്കണം. അതിനെ വാറ്റിയെടുത്താണ് ഈ മഷി ഉണ്ടാക്കുന്നത്. ആമേൻ, പോലീസുകാർ വരെ ഈ കള്ളന്മാർ മോട്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ തെളിയിക്കാൻ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുക്കലാണ്. അപ്പോൾ അത് നോക്കിക്കണം, അയാളുടെ ഡിമാൻഡ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിക്കോണം. തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഭാര്യയുടെ മകള്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൂട്ടുകാരൻ്റെ മകള്, പ്രൈസ് ദി ലോർഡ്, വിവാഹം കഴിഞ്ഞ് പൂർണ്ണഗർഭിണിയായി, ആമേൻ, സ്തോത്രം, ഈ കൂട്ടുകാരൻ്റെ ഭവനത്തിൽ വന്ന് കിടക്കുമ്പോൾ അദ്ദേഹം മഷിയിട്ട് നോക്കിയപ്പോൾ ആ കുഞ്ഞിൻ്റെ സഹോദരിയുടെ വയറ്റിൽ കിടക്കുന്ന ആൺകുഞ്ഞാണ്. അദ്ദേഹം വനത്തിൽ പോയി, ആമേൻ, ഹല്ലേലൂയ, കൊടുമന്ത്രവാദം ചെയ്തിട്ട്, ആമേൻ, രാത്രിയിൽ ഈ സഹോദരി, ആമേൻ, ഹല്ലേലൂയ, ഭർത്താവിൻ്റെ കൂടെ കടന്ന ഈ സഹോദരി ഭർത്താവ് പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. പ്രൈസ് ദി ലോർഡ്. അതിനെ കൊന്ന് അതിൻ്റെ ഉദരം പുലർന്ന കുഞ്ഞിനെ എടുത്ത് അദ്ദേഹം മഷി ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പിറ്റേ ദിവസം പോലീസുകാരെല്ലാം അന്വേഷിക്കുക, ഈ സഹോദരി എവിടെ പോയി, ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ എവിടെ പോയി.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ അങ്ങനെ പോയി, ഒന്നും അറിയാതെ പോയി. കേസ് വരെ കാണാനില്ല. ഇന്നത്തെ പോലെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കൊന്നതാണോ അല്ലെങ്കിൽ എന്താണോ എന്ന് അറിയത്തില്ല, എവിടാണോ എന്ന് അറിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ഇദ്ദേഹം പറഞ്ഞു തൻ്റെ ഇതിനകത്തൊന്നും തെളിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. എന്നാൽ ഈ മനുഷ്യൻ കീഴടങ്ങിയത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒരാൾ കടന്നു വന്ന ഈ മന്ത്രവാദിയോട് പറഞ്ഞു തൻ്റെ സഹോദരൻ ഒരു പെന്തക്കോസ്തുകാരനായ ഒരു ക്രിസ്ത്യാനിയായി തീർന്നു, അവനെ കൊന്നു തരയണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു ഡേറ്റൊക്കെ പറഞ്ഞ് ഇത്രാം തീയതി അവന് കൊന്നു തരാം, പക്ഷേ ചോദിക്കുന്ന പൈസ എനിക്ക് തരണം. അദ്ദേഹം പറഞ്ഞു എത്ര രൂപ വേണമെങ്കിലും തരാം. കരാർ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ മനുഷ്യനെ കൊല്ലുവാനായിട്ട് പറഞ്ഞ തീയതിയിൽ രാത്രിയിൽ ആമേൻ, അർദ്ധരാത്രിയുടെ നടുവിൽ ആമേൻ, ഇദ്ദേഹം വലിയ ഹോമകുണ്ടങ്ങളൊക്കെ കൂട്ടിയിട്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഇദ്ദേഹം പൂജ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പൂജയുടെ മധ്യേ ഇദ്ദേഹത്തിൻ്റെ ചില സേവകാത്മാക്കളുണ്ട്. ഈ സേവകാത്മാക്കളെ വിളിച്ചിട്ട് പറഞ്ഞ മനുഷ്യനെ പോയി കൊന്നുകളയുവാൻ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചാത്തനെയോ ആമേൻ, ഹല്ലേലൂയ, ആരാണ്ടെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു. അവരെല്ലാം പോയിട്ട് വന്ന് പറഞ്ഞു അവനെ കൊല്ലാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു, അവൻ്റെ അടുക്കൽ എത്താൻ പറ്റുന്നില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഇരിക്കുന്നതിന് ചുറ്റും ഭയങ്കരമാകുന്ന തീയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ കൊല്ലുവാൻ പറ്റുന്നില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ തന്നെ ഏറ്റവും ശക്തനായ സേവകാത്മാവായ അച്ചിട്ട് പറഞ്ഞു അവനെ പോയി കൊന്നിട്ട് വരാൻ. പോയിട്ട് തിരിച്ചു വന്നിട്ട് നിലത്ത് വാലുകൊണ്ട് എഴുതിയെന്നാണ് പറഞ്ഞത്, അവനൊരു സത്യ ക്രിസ്ത്യാനിയാണ്, അവനെ കൊല്ലുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ഓർത്തുകൊള്ളുക ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവനെ തൊടുവാൻ ഒരു അന്ധകാരത്തിൻ്റെ ശക്തിക്കും ഒരു ആഭിചാരകനോ ഒരു മന്ത്രവാദിക്കോ കഴിയുകയില്ല. നീ യഥാർത്ഥ ഒരു ദൈവവൈതലാണെങ്കിൽ ആമേൻ, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ അവനോട് പറ്റുകയുമില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവവേദനെ ഒരു ദൈവവേദനെ തൊടുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് വെറും കഥയല്ല, നടന്ന സംഭവം, അനുഭവം, നേരിട്ട് കേട്ടതാ. നീ ഒരു ദൈവവൈതലാണെങ്കിൽ, ആമേൻ, നീ ഒരു സത്യ ക്രിസ്ത്യാനിയാണെങ്കിൽ, നീ ഒരു പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നീ ഉപവസിക്കുന്നവരാണെങ്കിൽ, ആമേൻ, നീ ദൈവകൃപയിൽ നിൽക്കുന്നവരാണെങ്കിൽ, നിന്നെ തൊടുവാൻ ഒരു ആഭിചാരകനോ ഒരു മന്ത്രവാദിക്കോ ആമേൻ, ഒരു ശകുനവാദിക്കോ പറ്റുകയില്ല. ഇന്ന് രാത്രികാലം നീ വിശ്വസിക്ക, നീ ഒരു യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി. ഓ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തെ ആമേൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല, നിന്നെ തകർക്കുവാൻ ഒരു ആഭിചാരകനും കഴിയുകയില്ല, നിന്നെ തകർക്കുവാൻ ഒരു ഭരണാധികാരിക്കും കഴിയുകയില്ല, നിന്നെ തകർക്കുവാൻ ആമേൻ, ഹല്ലേലൂയ, ഭരണകൂടങ്ങൾക്ക് കഴിയുകയില്ല. എവിടെ നീ ഹല്ലേലൂയ ഉപദ്രവിക്കപ്പെടുന്നുവോ അവിടെ ദൈവം നിന്നെ വളർത്തുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് നാം കണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പത്രോസ്, ആമേൻ, അവൻ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ ദൂതൻ അവന് വേണ്ടി ഇറങ്ങുകയാണ്. അടുത്ത വായിക്കാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സൻഹെരിബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അശൂർ രാജാവായ സൻഹെരീബ് കടന്നു വന്ന ഹിസ്കിയാവിന് നേരെ ഹല്ലേലൂയ വലിയൊരു യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. അവൻ്റെ പടനായകനായ റബ്ശാക്കെ കടന്നു വന്ന് വിളിച്ചു പറയുകയാണ്, വലിയ വലിയ വെല്ലുവിളികൾ നടത്തുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. 18-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. അങ്ങനെ റബ്ശാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ,
മഹാരാജാവായ അശൂർ രാജാവിന്റെ വാക്ക് കേൾപ്പീൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. ഹിസ്കിയാവിന് കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും, ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവീൻ. നിങ്ങൾ ഓരോരുത്തർ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുവീൻ. ആമേൻ. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റബ്ശാക്കേ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ആമേൻ വെല്ലുവിളിക്കുകയാണ്. അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിടുവിക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ അവൻ ചതിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അടുക്കൽ വന്ന് കീഴടങ്ങിക്കൊള്ളുവാൻ ഇതൊക്കെ വിളിച്ച് റബ്ശാക്കേ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് ഇത് കേട്ട ഭാരപ്പെട്ട ഹിസ്കിയാവ് ആമേൻ ഈ ഹല്ലേലൂയ ഇവനൊരു കത്ത് കൊടുത്തയക്കുകയാണ്. ഈ കത്ത് എടുത്തുകൊണ്ട് താൻ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്, ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞ എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവി ചായിച്ച് കേൾക്കണമേ. യഹോവേ, തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഖേരിബിന്റെ വാക്ക് കേൾക്കണമേ. യഹോവേ, അശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. ആമേൻ. മതി. പ്രൈസ് ദി ലോർഡ്. ഈ ഹിസ്കിയാവ് ഈ കത്ത് വാങ്ങിച്ചുകൊണ്ട് ആലയത്തിൽ ചെന്ന് അവൻ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ നിലവിളി ദൈവം കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവ് മനുഷ്യരിലല്ല ആശ്രയിച്ചത്, അവൻ ദൈവത്തിലാണ് ആശ്രയിച്ചത്. ആമേൻ. ഹല്ലേലൂയ. പ്രതികൂലം കടന്നു വന്നപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു ചെന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം സത്യമായി നിങ്ങളോട് പറയട്ടെ. പ്രതികൂലം കടന്നു വരുമ്പോൾ ജാതികളുടെ അടുക്കൽ ചെന്ന് നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഇനി എത്ര വലിയ പ്രതികൂലമായാലും ശരി, ആമേൻ, അങ്ങ് ഭൂമി ഇടിഞ്ഞു പോകുന്ന പ്രതികൂലമായാലും ശരി, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങൾ ജാതികളുമായി ഷെയർ ചെയ്തേക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിഷയങ്ങളുണ്ട്, ആമേൻ, നമുക്ക് കഷ്ടതകളുണ്ട്, നമുക്ക് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ ഹിസ്കിയാവ് ചെയ്തതുപോലെ നീ ദൈവാലയത്തിലേക്ക് നോക്ക്. നീ ദൈവാലയത്തിൽ ചെന്ന നിന്റെ വിഷയങ്ങളെ ആമേൻ ദൈവത്തിൻ്റെ മുമ്പിൽ പകരണം. ഹിസ്കിയാവിന് വേണമെങ്കിൽ അവനോട് സഹായം ചോദിപ്പാൻ അനേക രാജാക്കന്മാർ തൊട്ടടുത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹിസ്കിയാവ് അത് ചെയ്തില്ല. ഹിസ്കിയാവ് ചെയ്തത് ആമേൻ ഹല്ലേലൂയ ആ കത്ത് വാങ്ങിച്ച് ആലയത്തിൽ കൊണ്ടുചേർന്ന് ഇതങ്ങ് നിവർത്തി തൻ്റെ വേദനകളെ എല്ലാം ദൈവത്തോടവൻ പറയുകയാണ്. നീ മാത്രമാണ് ദൈവം. ആമേൻ ഹല്ലേലൂയ. വേറെ ഒരു ദൈവമില്ല ഈ ഭൂലോകത്തിൽ. നീ മാത്രമാണ് ദൈവം. ഞങ്ങളെ സഹായിപ്പാൻ നീ മാത്രമേ കഴിയൂ. നിന്നെ കൊണ്ട് മാത്രമേ ഞങ്ങളെ സഹായിപ്പാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക, നിന്നെ സഹായിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നിന്നെ ഒരു ശക്തിക്ക് നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. ഒരു ബന്ധുജനത്തിന് നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. ഒരു ചാർച്ചക്കാർക്ക് നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. നിന്റെ കൂട്ടുകാർക്ക് നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. നീ ഏറ്റവും വലിയ സ്നേഹിക്കുന്ന നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് പോലും ഒരു പക്ഷെ നിന്നെ സഹായിപ്പാൻ കഴിയുന്നു വരികയില്ല. എന്നാൽ ദൈവത്തിന് നിന്നെ സഹായിപ്പാൻ കഴിയും. ദൈവത്തിന് നിന്നെ സഹായിപ്പാൻ കഴിയും. ഇന്ന് രാത്രികാലം ഓർക്കുക, ആ ദൈവത്തിൽ ആശ്രയിക്കുക.
ആമേൻ. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യും. യഹോവ തന്നെ ആയിരിക്കണം നമ്മുടെ ആശ്രയം. നാം യഹോവയിൽ ആശ്രയിക്കുന്നു പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആശ്രയം എവിടെയാണ്? രാത്രികാലം ഹിസ്കിയാവ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവൻ ആശ്രയിച്ചു കഴിഞ്ഞു. ആമേൻ. ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുക്കുന്നില്ല. അവൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ അന്ന് രാത്രിയിൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു. ആമേൻ. യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു. അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദൂതൻ പുറപ്പെട്ടതേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, നിനക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളെ അവൻ തകർക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 പേര് കൊന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു ദൂതന് 1,85,000 പേരെ കൊല്ലുവാൻ പറ്റത്തുള്ളൂ. അല്ല, അവിടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 1,85,000 പേരെ ഉണ്ട്. അതിന് മേളിലുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും. ഓ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 1,85,000 അശൂർ പടയാളികളെ അവൻ കൊന്നൊടുക്കുവാനിടയായി തീർന്നെങ്കിൽ, ഇന്ന് രാത്രികാലം നിനക്കെതിരെ നിൽക്കുന്ന ശക്തികളെ കൊന്നൊടുക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ ഉറപ്പ് പ്രാപിച്ചു വേണം കടന്നു പോകേണ്ടത്. ഹല്ലേലൂയ. നീ പലതിനെയും ഭയപ്പെട്ടിരിക്കുന്നവനാണ്. രോഗത്തെ ഭയപ്പെട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്ര. കടഭാരത്തെ ഭയപ്പെട്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, മുന്നോട്ടുള്ള ജീവിതത്തെ ഭയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, പ്രതികൂലങ്ങളെ കണ്ട് പിന്നോട്ട് പോകുവാനുള്ളവനല്ല. ആമേൻ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ദൈവകൃപ, ദൈവകൃപ. ആമേൻ. അല്ലെങ്കിൽ ആ ദൈവകൃപ എന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ, ആമേൻ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നീ ആമേൻ ദൈവസന്നിധിയിൽ വേണം കരയേണ്ടത്. മനുഷ്യരുടെ അടുക്കൽ പോയില്ല കരയേണ്ടത്. പ്രതികൂലമാ, കട്ടഭാരമാ, ഞെരുക്കമാ. ആമേൻ. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. നീ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കരയരുത്. ആമേൻ. നിന്റെ കണ്ണുനീരിനെ കണ്ട് മറുപടി നൽകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പോയി കരയണത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവപാദപീഠത്തിൽ ആമേൻ കരയുന്ന ഒരു ദൈവ പൈതലാണോ? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിനക്കെതിരെ നിൽക്കുന്ന ആമേൻ അശൂരിൻ്റെ ശക്തികളെ അവൻ തകർക്കുന്നവനാണ്. അശൂരിൻ്റെ മുള്ളിനെ അവൻ ഒടിക്കുന്നവനാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നിനക്കെതിരെ നിൽക്കുന്ന ആമേൻ ഏത് വലിയ ശക്തികളായിക്കൊള്ളട്ടെ. ശമന ഹടകതുന 2 ദിനവൃത്താന്തങ്ങൾ 20-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, അവിടെ ഈ ഹിസ്കിയാവിന് നേരെ അമോന്യരും, ആമേൻ, ഹല്ലേലൂയ, മോവാബ്യരും, മെയൂന്യർ ചിലരും വന്ന് അവിടെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഈ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹിസ്കിയാവ് ചെയ്തത് എന്താണെന്നറിയാവോ? അവൻ ദൈവാലയത്തിലേക്ക് കടന്നില്ല. അവിടെ നാം വായിക്കുന്നു. വായിച്ചാട്ടോ, എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചാട്ടോ. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂനിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗെദി എന്ന ഹസസോർ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. അവിടെ വായിക്കണം, യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയിൽ ആശ്രയിപ്പാൻ താല്പര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചുറ്റുമുള്ള രാജാക്കന്മാരെ വിളിക്കാൻ താല്പര്യപ്പെട്ടെന്നല്ല, അവൻ്റെ കൂട്ടുകാരെ വിളിപ്പാൻ താല്പര്യപ്പെട്ടെന്നല്ല, അവൻ യഹോവയിൽ ആശ്രയിപ്പാൻ താല്പര്യപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിപ്പാൻ താല്പര്യപ്പെട്ടു.
എന്നിട്ട് ഈ യഹോശാഫാത്ത് ചെയ്തെന്നറിയാമോ? യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹൂദയിലൊക്കെ എന്തോ പ്രഖ്യാപിച്ചു? ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഉപവാസം. അപ്പോൾ ഹല്ലേലൂയ, ഉപവാസം പ്രസിദ്ധം ചെയ്യുന്നത് ഉപവസിക്കാനാണ്. ജനമെല്ലാം വന്ന് കയറണം ഉപവസിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപവാസം വെക്കുമ്പോൾ ഹല്ലേലൂയ പലർക്കും അന്നേരമാണ് ജോലി കൂടുതൽ ഓവർ ടൈമും ഒക്കെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോലി കൂടുതൽ ഓവർ ടൈമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോസ് വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പ്രതികൂലം വരുമ്പോൾ ഹല്ലേലൂയ നീ ദൈവത്തെ അന്വേഷിപ്പാൻ, അല്ലെങ്കിൽ ദൈവസഭ ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ നീ ഉപവസിച്ച് കഴിഞ്ഞാൽ ആമേൻ പ്രൈസ് ദി ലോർഡ്, അവിടെ ഈ വലിയ ബോസിന്, ദൈവത്തെക്കാട്ടി വലിയ ബോസൊന്നുമില്ല ഇവിടെ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നീ ദൈവസന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആമേൻ എല്ലാവരും ഉപവസിക്കണമെന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി ആയതുകൊണ്ടായിരിക്കും ഇത്രയും പേര്, പകൽ നാളെ ആൾക്കാർ കാണുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തുമായിക്കൊള്ളട്ടെ, കടന്നു വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ ഈ ദിവസങ്ങളിൽ യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരിൽ ചെന്ന് ആശ്രയിക്കുകയല്ല ചെയ്യുന്നത്, ആമേൻ ദൈവത്തിൽ ആശ്രയിച്ചു. ആമേൻ ആ ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാവരും ഉപവസിച്ചു. എല്ലാവരും ആലോചന കിട്ടി. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ലേവ്യൻ്റെ മേൽ ആലോചന കിട്ടി. അവൻ ആലോചന പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുള്ളവർ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്. ഈ വലിയ സമൂഹം നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലിനെ ദൈവം ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. നമുക്കറിയാം, ഇവരുടെ നേരെ ഈ വലിയ സമൂഹമൊക്കെ കടന്നു വന്നു. ഇവർ യുദ്ധത്തിന് പോയോ? ഇവർ യുദ്ധത്തിന് പോയില്ല. ഇവരെന്തോ ചെയ്തതെന്ന് അറിയാമോ? ഇവർ ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി. ആ താഴോട്ടുള്ള വരിക്കുന്ന 19 മുതലുള്ള 20 മുതലുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. അവൻ അവരെന്തോ എടുത്തെന്നറിയാമോ? യഹോവയെ വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാനും അവൻ എന്തെടുത്തു? സംഗീതക്കാരെ നിയമിച്ചു. ആൻറ്റി എടുത്തെങ്കിൽ വായിക്കാം. 18 മുതലുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ ദൈവത്തെ എന്തെടുത്തത്? അത്യുച്ചത്തിൽ ദൈവത്തെ എഴുന്നേറ്റു പാടുവാൻ തുടങ്ങി. ആമേൻ. ഇവർക്കെതിരെ വന്ന ശത്രുവിനെ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി ഓടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഓർത്തണം, ദൈവത്തിൻ്റെ ദൂതനിറങ്ങിയാൽ, ആമേൻ, ദൈവത്തിൻ്റെ ദൂതനിറങ്ങിയാൽ നിനക്കെതിരെ നിൽക്കുന്ന ശക്തികളെ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പതിയിരിപ്പുകാരെ വരുത്തി. ആമേൻ. അവൻ ഓടിക്കുന്നവരാണ്. ആമേൻ. അവൻ്റെ പൊടി പോലും ദൈവം വെച്ചേക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദൂതൻ ആമേൻ ആശൂർ പാളയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 1,85,000 കൊന്നൊടുക്കി. ഒരു ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം ഓർത്തുകൊള്ളുക. ആമേൻ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയാൽ ചില ശക്തികളെ അവൻ തകർത്ത് താറുമാറാക്കുന്നവനാണ്. അവൻ്റെ പൊടി പോലും പിന്നെ കാണുന്നില്ല. നമുക്കത് പിന്നെ കാണുന്ന സെൻഹാരിബ് എവിടെ ചെന്ന് വാർത്തുന്ന? നിനവേ ചെന്ന് വാർത്തുന്ന. പ്രൈസ് ദി ലോർഡ്. അവൻ നിനവേ ചെന്ന് വാർത്തു. അവൻ ദേശത്ത് അവനെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം. ഓ ഹല്ലേലൂയ. നിന്റെ ശത്രു നിന്റെ ദേശത്ത് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവൻ ഓടിച്ചു കളയുന്നവനാണ്. ആമേൻ. നിനക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികളെ അവൻ ഓടിച്ചു കളയുന്നവനാണ്. നീയല്ല ഓടിപ്പോകേണ്ടത്. ദൈവം നിന്നെ നിർത്തിയെടുത്ത ദൈവം നിന്നെ നിർത്തും. ആമേൻ. തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവം നിന്നെ നിർത്തുമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ അവൻ നിർത്തുവാനിടയായിത്തീരും. പക്ഷെ നിന്റെ ശത്രുവിനെ അവൻ ഓടിച്ചു കളയും. നിന്റെ ശത്രുവിനെ അവൻ തകർത്ത് കളയും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഓർക്കുക. ആമേൻ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ചില ശത്രുവിൻ്റെ ആമേൻ അന്ത്യ വിധി അവിടെ നടക്കുകയാണ്. അവൻ്റെ എല്ലാ പ്രവർത്തനം, ഇനി ആ ഒരു ശക്തി
എഴുന്നേൽക്കാതെ വണ്ണം ദൈവം അവനെ തകർത്ത് തരിപ്പണമാക്കുക. അപ്പോൾ രണ്ടാമത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആമേൻ അശ്ശൂരിൻ്റെ ശക്തികളെ അവൻ തകർക്കുവാനിടയായി തീർന്നു. അടുത്തത് ആമേൻ പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരശനായി. ദൂതൻ അവനോട് പറഞ്ഞത് സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ആമേൻ. മതി കേട്ടോ. അടുത്തതായി ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ദീർഘനാളത്തെ പ്രാർത്ഥനയാ, ദീർഘനാളത്തെ ഉപവാസമാ. അവൻ വിഷമത്തോടെ ആയിരിക്കാം സെക്കരിയാവ് അവന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. എന്നും കടന്നു പോകുമ്പോൾ, ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ വിഷമതകൾ കാണും, സങ്കടങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ തവണ അവൻ ഹല്ലേലൂയ സ്തോത്രം അവൻ അതാ ശുശ്രൂഷയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ ആമേൻ ധൂപപീഠത്തിൻ്റെ സൈഡ് സമീപം ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനാകുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സെക്കരിയാവിന് അല്പം ഭയമൊക്കെ ഉണ്ടായി. പക്ഷേ ദൂതൻ പറയാണ്, നീ ഭയപ്പെടുകയൊന്നും വേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രി കാലം ഓർക്കുക, കഴിഞ്ഞ നാളുകൾ നീ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ. അനേക ദീർഘ ഉപവാസങ്ങൾ നീ ചെയ്തതാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതലായി. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടോ? ഇന്ന് രാത്രികാലം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് ആമേൻ ബോധ്യമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇനി ഇത് നീണ്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ നിന്റെ വിഷയങ്ങളുമായി നീ അധികം മുന്നോട്ട് പോകണ്ട. ഇന്ന് രാത്രികാലം നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായിത്തീരും. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ യോഹന്നാനോട് സെക്കരിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയാണ്, സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആമേൻ അനേക ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങിയ സന്ദർഭങ്ങൾ ഇനിയുണ്ട്. ആമേൻ ഞാനിവിടെ നിർത്തുകയാണ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങിക്കഴിയുമ്പോൾ, നിന്റെ ഭവനത്തിൽ ദൂതൻ ഇറങ്ങിക്കഴിയുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, ആമേൻ കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, കഴിഞ്ഞ നാളുകളിൽ നീ നിലവിളിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നിന്റെ കുടുംബത്തിലെ വിഷയങ്ങൾ, തലമുറയുടെ കെട്ടുപണികൾ, നിന്റെ ശാരീരികമായ വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതിനെല്ലാം വിടുതലായി, അതിനെല്ലാം സൗഖ്യമായി. ആമേൻ ഹല്ലേലൂയ സ്തോത്ര. ഇനി നീ മറ്റുള്ള മുമ്പേ തലകുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ മറ്റുള്ള മുമ്പിൽ അപമാനിതരായി തീരുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്റെ വിഷയങ്ങൾക്ക് അവൻ മറുപടി നൽകിയിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ആമേൻ ഉത്തരം അരുളിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ സ്തോത്ര ദൈവത്തിൻ്റെ ദൂതന്മാർ
ആമേൻ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിനക്ക് നേരെ നിന്ന് വെല്ലുവിളിച്ച അശൂരിൻ്റെ ശക്തികളെ, ആ അശൂരിൻ്റെ മുള്ളിനെ അവൻ ഒടിച്ചു കളയുവാൻ, തകർത്ത് കളയുവാനിടയായി. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അവൻ നൽകുവാനിടയായി. ഇന്ന് രാത്രികാലം ഈ കേൾക്കപ്പെട്ട ദൈവ ശബ്ദത്തിനു മുമ്പായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുകയാണ്. യഹോവയുടെ ദൂതൻ നിന്റെ ഭവനത്തിന് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുകയാണ്. യഹോവയുടെ ദൂതൻ ആമേൻ നിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ആമേൻ പാളയമായി ഇറങ്ങി വരികയാണ്. യഹോവയുടെ ദൂതൻ നിന്റെ തലമുറയുടെ മേൽ പാളയമായി ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന, നിന്നെ മുടിക്കുവാൻ നിൽക്കുന്ന, നിന്റെ ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നിൽക്കുന്ന, ആമേൻ നിന്റെ ആത്മീക മണ്ഡലങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വിടുവിക്കുകയാണ്. ഓ റഗബ ഹടകാരകൽശരാധന സന്തനാരകടകതന യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ജയമെടുക്കുകയാണ്. ഓ ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്. പൗലോസ് റോമയിലേക്ക് പോകുമ്പോൾ അവർ കയറിയ കപ്പൽ തകർന്നു പോയപ്പോൾ 14-ാമത്തെ രാത്രി എന്നുകൊണ്ട് പൗലോസ് വിളിച്ചു പറയണം. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറയാണ്, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. ഈ ദൈവത്തിന്റെ ദൂതൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ്. ഓ, നീ ക്ഷീണിച്ചു പോകാതെ വണ്ണം, നീ തളർന്നു പോകാതെ വണ്ണം. ആമേൻ. ഹല്ലേലൂയ. പൗലോസിന് റോമയിലേക്കുള്ള യാത്രയിൽ അവനെ അവിടെ എത്തിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് വെല്ലുവിളിച്ചപ്പോൾ സകലതും തകർന്ന് തരിപ്പണമായി, സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ വണ്ണം ആമേൻ ആ കടലിൽ അവര് അലഞ്ഞു നടക്കുമ്പോൾ, ഉള്ളായി നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പൗലോസ് നിന്നുകൊണ്ട് ജനത്തോട് വിളിച്ചു പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയാണ്, പൗലോസേ നീ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ കണ്ട് നീ ഭയപ്പെടാനല്ല, നിന്നെ ശാക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ദൂതൻ നിൻ്റെ അടുക്കലുണ്ട്. അവൻ നിന്നെ ശാക്തീകരിക്കുന്നവനാണ്, അവൻ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. ആമേൻ. അവൻ നിനക്ക് ധൈര്യം പകരുന്നവനാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ ദൈവത്തിൻ്റെ ദൂതൻ്റെ ആമേൻ ഹല്ലേലൂയ സഹിതമെന്ന് അനുഭവിപ്പാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിനുമായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി. ആമേൻ. സ്തോത്രം. ദൈവം നമ്മൾ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. സൗഖ്യത്തോടെ ദൈവം നമ്മളെ നടത്തുന്നു, ബലത്തോടെ ദൈവം നമ്മൾ നടത്തുന്നു. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ രാത്രി കാലം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആമേൻ പാളയം സഭയോടും ഇവിടുത്തെ ദേവദാസന്മാരോടും കുടുംബത്തോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം അനുഗ്രഹീതമായ വചനങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ ഈ പ്രാരംഭ രാത്രിയിൽ നമുക്ക് തന്നതിനാൽ കരമുയർത്തി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങുവാനിടയായി. ഹാലിൽ സൻഖരീബിനും യഹൂദന്മാർക്കും വേണ്ടി, യഹൂദ ജനത്തിനും വേണ്ടി ദൂതനെ അയച്ച് വലിയ യുദ്ധം ദൈവം ചെയ്യുവാനിടയായി. സെഖര്യാവിന് വേണ്ടി ദൈവം ഹാലിലെ ദൂതനെ ഇറക്കി ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുപ്പാനിടയായി.
ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന് വേണ്ടി ദൂതൻ രാത്രിയിൽ ഹല്ലേലൂയ ഇടപെടുവാനിടയായി. ഇന്ന് രാത്രി കാലം കേൾക്കപ്പെട്ട വചനത്തിനായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയക്കുന്ന ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൂതനെ അയച്ചിട്ടുണ്ട്. ഇനിയും അയക്കുവാൻ അവൻ മതിയായവനാണ്. ഇന്ന് രാത്രി കാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപിൽ നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിലും എനിക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ രാത്രിയിൽ നമ്മുടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി തന്നെ ദൂതനെ അയച്ച് ദൈവം നമുക്ക് മറുപടികൾ അയക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മറുപടിയുമായി നിശ്ചയമായും ദൈവം തന്നെ ദൂതനെ അയക്കും. രാത്രികാലം ഈ അനുഭവം നമ്മുടെ വിശ്വാസമായിട്ട്, ഈ വിശ്വാസം നമ്മുടെ അനുഭവമായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. കർത്താവ് ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ ആ വിഷയങ്ങളിൽ അവിടുത്തെ ദൂതനെ അയച്ച് ഞങ്ങളെ പിടിവിക്കണം, ഞങ്ങളെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൂത് അറിയിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം തരണം. ഹല്ലേലൂയ. ഞങ്ങളോട് അരുളപ്പാട് അറിയിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിയായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിൽ കർത്താവ് ഉപവാസത്തിൻ്റെ ആദ്യ ദിനം അങ്ങയുടെ പാദപിടുത്തലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലോ കർത്താവേ. ഇന്ന് രാത്രി കാലം അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് തന്നെ അനുഗ്രഹിത വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ദൂതനെ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും അനേക ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ദുഃഖവേളകൾ, ഞങ്ങളുടെ രോഗവേളകളിൽ അങ്ങയുടെ സാന്നിധ്യം ദൂതൻ മുഖാന്തരം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവത്തിനായി സ്തോത്രം. ഇനിയും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവിടുന്ന് മതിയായ ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ യുദ്ധത്തിന് വേണ്ടി കർത്താവേ അവിടുന്ന് മുന്നമേ ഇറങ്ങി ഞങ്ങളുടെ ആരാധനയിൽ അവിടുത്തെ ദൂതനെ അയച്ച് ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ മറുപടി തരുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. എല്ലാവരുടെ മേലും മറുപടികൾ അയക്കണമേ കർത്താവേ. 3 ദിനം ഉപവാസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഭാഗ്യമായി ഉപവാസത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. കടന്നു വരുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം. വരും ദിനങ്ങൾ ഞങ്ങളുടെ ദാസന്മാരെ വീണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചു തരണമേ. രാത്രി കർത്താവേ വചനം സൂക്ഷിച്ച് ഞങ്ങളുടെ ദാസനെ പിന്നെയും ശക്തിയോടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സഭയിൽ അയക്കുന്നിടത്തെല്ലാം ദൈവം ഉപയോഗിക്കണം. എല്ലാ ആത്മീയ ഉത്തരവാദിത്തങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് സഹായിക്കണം. കുടുംബത്തെ, തലമുറകളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചാണ്ട് കർത്താവേ ഉപസിപ്പാൻ എല്ലാവർക്കും ബലം കൊടുക്കണം. തിരുകൃപയിൽ ഞങ്ങളെ എല്ലാവരെയും മറക്കണം. രാത്രിയിൽ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. താഴ്ത്തി തൃക്കരങ്ങളിൽ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗ്ഗീയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഇന്ന് ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ, ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജു ജോസഫ്, ഒഡീഷയിൽ നമ്മുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യയിൽ പകലും രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിക്കും. എല്ലാവരും കടന്നു വരിക. പകലും രാത്രിയിലും ഒരുപോലെ കടന്നു വരിക. മറ്റുള്ളവരെയും കൂട്ടി വരുത്തുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.